ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഇന്നത്തെ പാരായണം വാൽമീകിയുടെ ആത്മകഥയിൽ നിന്ന് ആരംഭിക്കുകയാണ്. വാൽമീകി ഞാൻ ആരായിരുന്നു എന്ന കാര്യം വെളിപ്പെടുത്തുകയാണ്. ഈ ഭാഗം ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. നമ്മളത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലല്ലോ, ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. രാമനോട് പറയാണ്, അങ്ങയുടെ നാമജപം കൊണ്ട് മാത്രം വലിയ മാറ്റം വന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിലും കലിയുഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധന എന്തെന്ന് ചോദിച്ചാൽ അത് നാമജപം ആണെന്ന് പറയും. നാമജപയജ്ഞം ഇത് ത്രേതായുഗത്തിൽ പോലും പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് വാൽമീകിയുടെ ഒരു മാഹാത്മ്യം. രാമനാമജപത്തിലൂടെയാണ് വാൽമീകി ഋഷിയായി മാറ്റപ്പെടുന്നത്, പരിപൂർണമായൊരു പരിവർത്തനത്തിന് വിധേയനാകുന്നത്. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലവിധം, ജന്മമാത്രദ്വിജത്വം മുന്നമുള്ളതും കർമ്മങ്ങൾ ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ജന്മം കൊണ്ട് ബ്രഹ്മത്വമുണ്ട് അങ്ങനെ വേണമെങ്കിൽ അവകാശപ്പെടാം, പക്ഷേ കർമ്മമൊക്കെ പിഴച്ചതായിരുന്നു എന്ന് വാൽമീകി കുറ്റസമ്മതം നടത്തുക. ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ, ശൂദ്രസമാചാരതൽപരനായൊരു ശൂദ്രതരിണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം, ചോരന്മാരോടുകൂടി ചേർന്നു നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേ ചതിച്ചു ഞാൻ. ഈ ഒരു തിരിച്ചുനോട്ടം ആവശ്യമാണ് ജീവിതത്തിൽ. നമ്മളറിയാതെയോ അറിഞ്ഞോ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അപരാധങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഏറ്റുപറയാനും തിരുത്തൽ വരുത്താനും സ്വമേധയാ നമ്മൾ തയ്യാറാണെങ്കിൽ ജീവിതം ധന്യമാവും. എത്ര വസ്തു പരിച്ചേൻ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകത, സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ. മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനേ ഘോരമഹാവനേ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം, ദുഷ്ടമതേ പരമാർത്ഥം പറകെന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജാ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രപ്രപീഡിതന്മാരായിരിക്കുന്നു, വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം, നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. യുദ്ധമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. എന്താ മുനിമാർ പറഞ്ഞത് വാൽമീകിയോട്? ഞാൻ നിങ്ങളെ പിടിച്ചു പറിക്കാനായി വന്ന തസ്കരനാണ് എന്ന് പറഞ്ഞപ്പോൾ സപ്തർഷിമാർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിനുത്തരം തരും, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ തെറ്റായ കാര്യം അനുഷ്ഠിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ ചെന്ന് ചോദിക്കുക,
നിങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം അനുഭവിക്കാൻ അവർ തയ്യാറാണോ എന്ന് ചോദിച്ചു വരൂ, അതുവരെ ഞങ്ങളിവിടെ കാത്തു നിൽക്കാം എന്ന് മുനിമാർ പറയാണ്. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി, തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ, മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. എന്താ ചെയ്യുക? ഞാൻ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം നിങ്ങൾ കൂടി പകുത്തെടുക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ്: നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രമാത്രം എടുത്തെഴുതപ്പെട്ട വരി, ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട വരി മറ്റൊന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ശരിയായാലും തെറ്റായാലും ഗുണമായാലും ദോഷമായാലും നമ്മളെന്താണോ ചെയ്തത് അതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഞാനും അതു കേട്ടു ജാതനിർവേദനായി മനസ്സേ ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതപോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതെന്നന്തക്കരണവും ത്യക്വാധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാദരേ മഗ്നനായി വീടുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. ദുഃഖത്തിൻ്റെ മഹാസാഗരത്തിലേക്ക് വീഴുമാറായ എന്നെ കൈപിടിച്ചുയർത്തേണമേ അല്ലയോ സ്വാമിമാരെ, മുനിമാരെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉത്തിഷ്ഠഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദാവസ്തുതേ. സദ്യഫലം വരും സജ്ജനസംഗമാദ്വിദ്വജ്ജനം മഹത്തേ മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷ്യനെന്നാകിലും രക്ഷേതി ശരണം ഗവിച്ചമൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനനെ. ഇത്തമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്ന നിത്യം മരാമരത്യൈവം ജപിക്ക നീ. ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ. അങ്ങനെ മരാമര എന്നുള്ള മന്ത്രമാണ് കൊടുത്തത്. അത് പിന്നീട് രാമമന്ത്രമായി മാറുകയാണ്. എത്രയോ ലക്ഷം തവണ ജപിച്ചുകൊണ്ട് തന്നെ മറന്നുകൊണ്ട് ഒരു പുറ്റുപോലെ അവിടെ ഇരിക്കുകയാണ് ഈ മനുഷ്യൻ. അതിൽ നിന്നാണല്ലോ വാൽമീകി എന്ന പേര് തന്നെ ഉണ്ടായത്. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടി ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചീടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനേനാശു നാകൂതരൽ. വാൽമീക മധ്യതോ നിന്നു ജനിക്കലാൽ ഇമ്മുനീന്ദ്രന്മാർ അഭിധാനവും ചെയ്താർ. വൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാകനീ. ഇനി ലോകം നിന്നെ വാൽമീകി എന്ന് അറിയും. അങ്ങനെ ജ്ഞാനിയായ നിന്നെ ലോകം വന്ദിക്കുമെന്നൊരു അനുഗ്രഹം കൂടി മുനിമാർ കൊടുക്കുകയാണ്. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനെൻ. അങ്ങയുടെ ഈ നാമമന്ത്രം കൊണ്ട്, രാമ എന്ന ശബ്ദം കൊണ്ട് മാറ്റം വന്ന, വലിയൊരു മാറ്റം വന്ന, ജീവിതം തന്നെ മാറിമറിഞ്ഞ ഒരാളാണ് ഞാൻ. ഏതായാലും നേരത്തെ ചോദിച്ചതുകൊണ്ട് താമസിക്കാനുള്ളൊരിടം ഞാൻ പറയാം എന്ന് പറഞ്ഞ് വാൽമീകി പറയാണ്. സീതയാ സാർദ്ധം വസിപ്പതിനായൊരു
മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളിനാനന്ദികെ ചേർന്നുള്ള ശിഷ്യപരിവൃതനാം മുനി. ചിത്രകൂടാചല ഗംഗയോരന്തരാ ചിത്രമായോരുടജം തീർത്തു മാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെ ഇരിക്കെന്നരുൾ ചെയ്തു മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവീടിനാൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടു മേവിനാൻ. ദേവമുനിവരസേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ, ദേവേന്ദ്രൻ സ്വർഗലോകത്തെന്നതുപോലെ വാൽമീകിയുടെ ആശ്രമത്തിൽ രാമനും സീതയും സന്തോഷത്തോടുകൂടി കഴിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സന്ദർഭത്തിലാണ് ദശരഥൻ്റെ മരണവൃത്താന്തം വരുന്നത്. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുജ ചെന്നയോധ്യ ബുക്കീടിനാൻ വസ്ത്രേണ വക്തവ്യുമച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചുമത്തേരും പുറത്തുഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപതേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ അതിപാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും. സുമന്ത്രരോട് ചോദിക്കുകയാണ് ദശരഥൻ, മഹാപാപിയായ എന്നോട് എന്തെങ്കിലും പറയണമെന്ന് എൻ്റെ മക്കൾ പറഞ്ഞിട്ടുണ്ടോ? ലക്ഷ്മണനോ രാമനോ സീതയോ എന്നെക്കുറിച്ച് വല്ലതും ചോദിച്ചിട്ടുണ്ടോ? സുമന്ത്രരെ പറയൂ. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കും മരിക്കാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. എന്തൊരു ദുഃഖത്തിലാണ് ദശരഥ മഹാരാജാവ്. എല്ലാം ഉണ്ടായിട്ടും വാർദ്ധക്യകാലത്ത് ആത്മാവ് ശരീരത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് മക്കൾ കൂടെ ഉണ്ടാവണമെന്ന്. അവരെ കണ്ടുകൊണ്ട് അവരുടെ ഒരു തുള്ളി ദാഹജലം നേടിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയണം. അങ്ങനെ ആഗ്രഹിക്കാത്ത ആരാണ് ഉണ്ടാവുക? പക്ഷേ ഇവിടെ വല്ലാത്ത ദുഃഖമാണ് ദശരഥ മഹാരാജാവ് അനുഭവിക്കുന്നത്. ശ്രീരാമ സീതാസുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയൻ തവാജ്ഞയ ശൃംഗിവേരാഖ്യപുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണം എന്നുടെ താതനോടും ബലാൽ അല്ലൽ ഉള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതിഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാളാനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശശ്രുപാദേഷു സാഷ്ടാംഗം
നമസ്കാരം. തോണിക്ക് കരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്തം നിവൃത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ, ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതു മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപി എന്തു പിടച്ചിതു ദൈവമേ. നിങ്ങൾ എന്തിനാണ് എന്നോടിത് ചെയ്തത് എന്ന് കൗസല്യാദേവി ചോദിക്കുകയാണ്. ഭരതന് വേണമെങ്കിൽ രാജ്യം നൽകാമായിരുന്നു, പക്ഷേ രാമനെ കാട്ടിലയക്കാനുള്ള തീരുമാനം അങ്ങ് എടുക്കേണ്ടിയിരുന്നോ? അത് വേണ്ടായിരുന്നില്ലേ എന്ന് വളരെ വിനയത്തോടുകൂടി കൗസല്യാദേവി ചോദിക്കുകയാണ് ദശരഥ മഹാരാജാവിനോട്. ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വെക്കുന്നതുപോലെ പുണ്യമില്ലാത്ത മാം ഖേദിപ്പിയായിക നീ. ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരെ വനാന്തരേ മാനസേ മോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർക്കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധൗ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിലംഭോഗ സംഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനും സായകം സന്ധായ ചാപേ ദൃഢമയച്ചീടിനൻ. മുനിമാര് ദാഹിച്ചു വലഞ്ഞ് വെള്ളത്തിന് വേണ്ടി തൻ്റെ മകനെ അയച്ച സമയത്ത് രാത്രിയിൽ കുംഭത്തിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ടപ്പോൾ അത് ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണെന്ന് കരുതി നാദഭേദി അസ്ത്രമയക്കുകയാണ് ദശരഥ മഹാരാജാവ്. ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹേതി കേട്ടിതു മാനുഷവാക്യവും. അപ്പോഴാണിത് ആനയല്ല, അസ്ത്രം ചെന്ന് പതിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലാണെന്ന് ദശരഥ മഹാരാജാവ് തിരിച്ചറിയുന്നു. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്തഹതോഹം വിധേ വൃഥാ. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നാൻ മുനിസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാം അപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായാനതണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേനതിപാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ കർമ്മമത്രേ തടുക്കാവതെല്ലാർക്കുമേ. ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതെ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ. ഏതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നീടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനീ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങ് തെറ്റിദ്ധാരണ മൂലം അസ്ത്രമയച്ചു, പക്ഷേ എന്നെ കാത്തിരിക്കുന്നുണ്ട് അച്ഛനമ്മമാർ. വാർദ്ധക്യം കൊണ്ട് തളർന്നു പോയവർ, അവർ വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങ് ഇത് ചെന്ന് കൊടുക്കുക, വെള്ളം അവർക്ക് കൊണ്ട് കൊടുക്കുക എന്ന് മുനികുമാരൻ പറയാം. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാലവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ.
പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും, ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേറുവെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. രാത്രി ഇത്ര വൈകിയിട്ടും വെള്ളത്തിന് പോയ എൻ്റെ മകനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വൃദ്ധ ദമ്പതിമാർ കരയുകയാണ്. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവൻ, ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽ പാദവിന്യാസധ്വനി കേൾക്കായി കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താത്പര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമനന്ദനൻ വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതം നേരം. പുത്രനല്ലൽ അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജതുമ്പിക്കരം തന്നിൽ അംഭസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാലംഭയച്ചേനറിയാതെയ തുമ്പലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേൻ, അതുമൂലം അവനും എന്നോടു ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നെന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയൻ അവലംബനം. ചെന്തു വിഷയകൃപാവരന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യ കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവൻ, തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. എല്ലാം കേട്ട് മുനിവരൻ പറയാണ്, എൻ്റെ മകൻ എവിടെയാണുള്ളത് അവിടെ കൊണ്ടു ചെന്നാക്കുക. ഏതായാലും മകനെ നഷ്ടപ്പെട്ടു, പക്ഷേ അവനെ ഒന്ന് കാണണം. ഞാനതു കേട്ടവർ തമ്മെ എടുത്തതിദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകാതെ. തത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണീടിനാർ. അങ്ങനെ മകന് ചിതയൊരുക്കി ആ ചിതയിൽ തന്നെ ആ വൃദ്ധ ദമ്പതിമാർ ചാടി മരിക്കുകയാണ്. അങ്ങനെ ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്നൊരവസ്ഥ വന്നു ചേരുകയാണ്. ഒരുപക്ഷെ ഈ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ദശരഥ മഹാരാജാവ് അനുഭവിക്കുന്നത്. നമ്മൾ ഈ ഭൂമുഖത്ത് ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിക്കാതെ ഒരിക്കലും ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകാൻ നമുക്ക് കഴിയില്ല. എല്ലാം നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന എല്ലാ തെറ്റുകളും തിന്മകളും ഇവിടെ കണക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള ശിക്ഷ അനുഭവിക്കാതെ നമുക്കിവിടം വിട്ടു പോകാൻ ഒരിക്കലും കഴിയില്ല എന്ന് ദശരഥൻ്റെ കഥയിലൂടെ നമ്മൾ പഠിക്കുകയാണ്. വൃദ്ധതപോധനന്നേരം എന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ. ഒരിക്കലും
താപസൻ്റെ വാക്ക് അസത്യമായി വരികയില്ല. അതുകൊണ്ട് എൻ്റെ മരണം അടുത്തിരിക്കുന്നു, മക്കളാരും എന്നോടൊപ്പം ഇന്നില്ല. ശ്രദ്ധിക്കണം, അത് എത്ര മക്കളുണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ വിധി എന്താണോ അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഒരു പക്ഷേ ആരും നമ്മുടെ സമീപത്ത് ആ സന്ദർഭത്തിൽ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിനോടും ഒരു ഒട്ടൽ വെക്കാതെ ഈ ലോകത്ത് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാ രാമപുത്ര ഹാ സീതേ ജനഗജേ ഹാ രാമലക്ഷ്മണ ഹാ ഹാ ഗുണാംബുധേ, നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കു സുരാലയം. അങ്ങനെ മകനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ദുഃഖിച്ച് ദശരഥ മഹാരാജാവ് ഈ ലോകത്തോട് വിട പറയുകയാണ്. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസിതാടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും. മന്ത്രികളോട് മുടറി സസംഭ്രമമന്തപ്പുരമകമ്പുക്കരുളി ചെയ്തു. തൈലമയ തോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ. നിങ്ങൾ വേഗേന പോകണം, വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജ്യമകം പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്ന അതിവിദ്രുതം ചെന്നു ചൊൽകെന്നയച്ചിടിനാൻ. ദശരഥ മഹാരാജാവിന് ഒരു വല്ലാത്ത ദുര്യോഗം വന്നു ചേർന്നിരിക്കുന്നു. ആ ശാപത്തിൻ്റെ ഫലം അനുഭവിക്കാതെ ഈ ഭൂലോകത്തു നിന്നും പോവുക സാധ്യമല്ലല്ലോ. അങ്ങനെ മക്കളെ വേർപെട്ടുകൊണ്ട് 4 പുത്രന്മാരുണ്ടായിട്ടും ഒരാളും സമീപത്തില്ലാതെ പുത്രദുഃഖം അനുഭവിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ഈ ലോകത്തോട് വിട പറയുകയാണ്. അങ്ങനെ ഭരത ശത്രുഘ്നന്മാരെ കൊണ്ടുവരുന്നതിനായി മന്ത്രിമാർ ചെല്ലുകയാണ് യുധാജിത്തിൻ്റെ സമീപത്തേക്ക്. അവിടെ ചെന്ന് ഭരതനെയും ശത്രുഘ്നെയും കൂട്ടിക്കൊണ്ടുവരും. ഇനി കാര്യങ്ങൾ മറ്റൊരു രീതിയിലാണ് അയോധ്യയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസത്തെ പാരായണത്തിൽ കാണാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. Thank you.